കർണാടകയിലെ കൂർഗിനോട് ചേർന്നുള്ള കുട്ട എന്ന പച്ചപ്പിൽ മുങ്ങിയ ഗ്രാമം. വനത്തോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങൾ, പ്രഭാതത്തിൽ മഞ്ഞുമൂടി നിൽക്കുന്ന കുന്നുകൾ, മഴയ്ക്ക് ശേഷം കാറ്റിൽ നിറയുന്ന ചമ്പക്കമരങ്ങളുടെ സുഗന്ധം. ഒരിക്കൽ ശാന്തമായ ഈ ഗ്രാമം കഴിഞ്ഞ ഒരാഴ്ചയായി ഉറങ്ങാതെ കഴിയുകയാണ്. കാരണം കാടിന്റെ ആഴങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഒറ്റയാൻ ആന. ആദ്യ ദിവസങ്ങളിൽ ആളുകൾ അതിനെ സാധാരണ കാടാനയാണെന്ന് കരുതി ഇടയ്ക്കിടെ കൃഷിയിടങ്ങളിലേക്ക് എത്തി. വിളകൾ തകർക്കുന്നത് കാട്ടാനകൾക്ക് അപൂർവമല്ല. പക്ഷേ ഈ ഒറ്റയാന്റെ പെരുമാറ്റം അതുപോലെയായിരുന്നില്ല. ഇതിന്റെ വരവും പോകലും അനിശ്ചിതം. രാത്രി മധ്യേ കേട്ട വലിയ തടി എരിയുന്ന പൊട്ടിത്തെറി ശബ്ദവും കാളവളപ്പിന്റെ തൂണുകൾ കുലുക്കുന്ന ചലനവും ഗ്രാമത്തെ അമിതമായ ഒരു ഭീതിയുടെ നിഴലിലേക്ക് തള്ളിയിരുന്നു. ആ ഒറ്റയാൻ കോപവും ദുരൂഹതയും കലർന്ന ഒരു ഭീഷണി പോലെ പെരുമാറി. ജനങ്ങൾ രാത്രിയോടെ വീടുകളുടെ വിളക്കുകൾ പോലും കെടുത്തി. ഉറക്കമില്ല, ചിരിയില്ല, കാപ്പിയുടെ സുഗന്ധമില്ല. ഒന്നു മാത്രം, മണ്ണിൽ കേൾക്കുന്ന ഭാരമുള്ള കാൽവെപ്പുകളും അതിനുശേഷമുള്ള മൗനവും. മുതിർന്നവർ തമ്മിൽ ചർച്ച ചെയ്തു. ഇത് വഴിതെറ്റിയ ആനയല്ല, കൂട്ടത്തിൽ നിന്ന് വേർപെട്ട മുസ്ത് ആനയായിരിക്കും. അതാണ് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്. അപ്പോൾ അവിടെ നിന്ന ഒരു കുട്ടി ചോദിച്ചു, ഈ മുസ്ത് ആന എന്നാൽ എന്താ? മുതിർന്നയാൾ മറുപടി പറഞ്ഞു, അത് അത്യന്തം ആക്രമണ സ്വഭാവമുള്ള ആണാനയെ സൂചിപ്പിക്കുന്ന പദമാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ആനയുടെ വ്യക്തമായ പാത കണ്ടെത്താനായില്ല. മഴ പെയ്താൽ ചെളി എല്ലാം ഒലിച്ചു പോകും. രാത്രിയിൽ അത് സഞ്ചരിക്കുന്നത് നെൽപ്പാടത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന ചെറുനദി പാത പിന്തുടർന്ന് കാട്ടിലേക്ക് മടങ്ങുന്നതിനു മുൻപ് വീടുകളുടെ അടുത്തുവരികയും ചെയ്തു. ഒരു രാത്രിയിൽ ഒരു പഴയ ഒലക്കുടിൽ തകർന്നു വീണു. മറ്റൊരു രാത്രിയിൽ ഒരു കാളയെ ചവിട്ടികൊന്ന നിലയിൽ കണ്ടെത്തി. ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ ഭയം കട്ടപിടിച്ചു. കുട്ടഗ്രാമം കാത്തുനിൽക്കുകയാണ്. ഈ ഒറ്റയാന്റെ ക്രൂരതയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ. തുടക്കം തിങ്കളാഴ്ച രാത്രിയാണ്. മഴ പെയ്തു നിൽക്കുന്ന ഒരു തണുപ്പേറിയ രാത്രിയിൽ ഗ്രാമം പകുതി ഉറക്കത്തിലായിരുന്നു. കർഷകനായ മഞ്ജുനാഥിന്റെ കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടത്തെ ചെളി മണം പടർന്നിരുന്ന സമയത്ത് കാടിന്റെ ഇരുണ്ട അരികിൽ നിന്നും ഒരു വൻ നിഴൽ പടിയിറങ്ങുന്ന പോലെ പതുക്കെ നീങ്ങി. അതിനുശേഷം പാടത്തിന്റെ വളവിൽ ഒരു തടി പൊട്ടിത്തെറിക്കുന്ന ശബ്ദം. ആന ഇറങ്ങി, ഒറ്റയാൻ ഇറങ്ങി എന്ന അലർച്ചയോടെ ഗ്രാമം നിലവിളിച്ചു. കൂട്ടം കൂടിയ ഗ്രാമവാസികൾ പടക്കം പൊട്ടിച്ചും തീപ്പന്തം വീശിയും ആനയെ പിൻവലിക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ഈ ഒറ്റയാൻ സാധാരണ ആനയല്ലായിരുന്നു. തീബന്ധത്തിന്റെ വെളിച്ചം ആനയുടെ കണ്ണിൽ പെട്ട നിമിഷം അവൻ പൂർണ്ണമായി തിരിഞ്ഞുനിന്നു. ചെവികൾ ഉയർത്തിപ്പിടിച്ച് ഭയങ്കരമായി നിലവിളിക്കുകയും ചെയ്തു. മണ്ണ് തരിപ്പണമാകുന്ന രീതിയിൽ മുൻകാലുകൾ അടിച്ചു. ഗ്രാമവാസികൾ പിന്നോട്ടോടാൻ തുടങ്ങി. അപ്പോൾ ആണ് പാടത്തിന്റെ അരികിൽ പാർക്ക് ചെയ്തിരുന്ന ട്രാക്ടർ അവന്റെ കണ്ണിൽപ്പെട്ടത്. ഒറ്റ നിമിഷം കൊണ്ട് പടിയിറങ്ങുന്ന ഒരു പർവ്വതം പോലെ ആന ട്രാക്ടറിന്റെ നേരെ എത്തി. ട്രാക്ടർ കുത്തിമറിച്ചു. ഡ്രൈവർ ഭയത്തോടെ പുറത്തേക്ക് ചാടി. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ അവൻ അവിടെത്തന്നെ കിടന്നു മരിക്കുമെന്ന് അവനറിയാം. നെൽപ്പാടം മുഴുവൻ ആനയുടെ ചവിട്ടിൽ നശിച്ചു. ചെളി പറന്നുയർന്നു. ഒരൊറ്റയാൻ ആ രാത്രിയിൽ ഒരു പാടം മാത്രമല്ല, കുട്ടഗ്രാമത്തിന്റെ സമാധാനത്തിന്റെ പിന്നാമ്പുറവും തകർത്തു. അന്നുമുതൽ ഗ്രാമത്തിന്റെ ഉറക്കം ഇല്ലാതായി. ഭയം ഒരു ജീവിയായി മാറി അവരോടൊപ്പം നടന്നു തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം ഭീതി വീണ്ടും ഗ്രാമത്തെ വളഞ്ഞു. പക്ഷേ ഈ സമയം ഇരുട്ടിന്റെ മറവിൽ അല്ല, പകൽപ്പൊലിഞ്ഞ വെളിച്ചത്തിലാണ് ആന ജനവാസമേഖലയിലേക്ക് ചുവടുകൾ വച്ചത്. ഉച്ചയോട് ചേർന്ന ഒരു മങ്ങൽ ചൂട് ഗ്രാമത്തെ മൂടിയിരുന്നു. കാട്ടിലേക്കുള്ള പാതയിൽ നിന്നു കുലുങ്ങുന്ന പൊടിക്കാറ്റിൽ ഒരു ആനയുടെ രൂപം മിന്നിമറഞ്ഞു. ആദ്യം ഗ്രാമവാസികൾക്ക് തോന്നിയത് ഇത് വഴിതെറ്റിയ വന്ന ആനയാകാമെന്നായിരുന്നു. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ആ സംശയം ഭയമായി മാറി. വീടിന്റെ മുന്നിൽ കെട്ടിയിരുന്ന 2 പശുക്കളെ കണ്ടപ്പോൾ ആനയുടെ തുമ്പിക്കൈ നീണ്ടുപിടിച്ചു. പൊടിപടർന്ന ഭൂമിയിൽ അവൻ ശക്തിയായി പാദമൊതുക്കി നിന്നു. പിന്നെ ഒരു ആക്രോശനാദം നിറഞ്ഞു. പശുക്കളെ തുമ്പിക്കൈ കൊണ്ട് ഉയർത്തി വീശി തറയിലേക്ക് അടിച്ചു. പകൽ വെളിച്ചത്തിൽ അതിന്റെ ക്രൂരത കൂടുതൽ തെളിഞ്ഞു നിന്നു. ആ കരച്ചിൽ കേട്ട് ഉടമസ്ഥൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. സൂര്യപ്രകാശത്തിൽ ആനയുടെ കണ്ണുകൾ ചുവപ്പായി തിളങ്ങുന്നത് കണ്ടപ്പോഴാണ് അതിന്റെ ഭീഷണിയുടെ വലുപ്പം മനസ്സിലാക്കിയത്. ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കുന്നതിനു മുമ്പ് തന്നെ ആന തല താഴ്ത്തി അവന്റെ നേരെ പാഞ്ഞു. ഉടമസ്ഥൻ നിലവിളിച്ചു വീട്ടിലേക്ക് ഓടി. വാതിൽ അടച്ചുവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആന വീടിന്റെ മുൻവാതിലിൽ കൊമ്പ് ചാർത്തി. ഏറ്റവും വലിയ ഇടിച്ചിലോടെ വാതിൽ പൊളിഞ്ഞു വീണു. മരത്തിന്റെ തുണ്ടുകൾ സൂര്യപ്രകാശത്തിൽ പറന്നു മിന്നിമറിഞ്ഞു. പൊടിക്കാറ്റും പുല്ലിൻ തുണ്ടുകളും ആനയുടെ ചുവന്ന കണ്ണുകളെ ചുറ്റി ഉയർന്നു. അകത്തു സ്ത്രീകളും കുട്ടികളും ഉശിരില്ലാതെ ഭീതിയിൽ വിറക്കുകയായിരുന്നു. പകൽ പ്രകാശമുള്ളതാണെങ്കിലും അവർക്ക് തോന്നിയത് ഇരുട്ടിൽ പെട്ടുപോയതുപോലെയായിരുന്നു. മറ്റൊരു പ്രഹരത്തിനു മുമ്പായി അവർ പിൻവാതിൽ നിശബ്ദമായി തുറന്നു. സൂര്യൻ പൊള്ളുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് അതറിയില്ല.
ജീവൻ രക്ഷിക്കാൻ മാത്രം അവർ ഓടി. കുട്ടികൾ ചെറുതായി കരഞ്ഞെങ്കിലും അമ്മമാരുടെ കൈകൾ അവരുടെ വായി മൂടി നിശ്ശബ്ദമാക്കി. ആന വീട്ടിന്റെ മുൻമുറ്റത്ത് തുടർന്നും ഗോപുരത്തെ ഇടിച്ചുമെതിച്ചു നിന്നു. പകൽ പ്രകാശത്തിൽ അതിന്റെ ഭീമാകാര നിഴൽ വീട് മുഴുവൻ മൂടി. ഗ്രാമവാസികൾ ദൂരത്തുനിന്ന് നോക്കിയെങ്കിലും ആരും സമീപിക്കാൻ ധൈര്യം കണ്ടില്ല. പകൽ വെളിച്ചത്തിലും ആ ഇരുണ്ട ഭീതി പടർന്നു. തുടർച്ചയായ 2 ആക്രമണങ്ങൾ ഗ്രാമത്തിന്റെ ശ്വാസം തളർത്തി. പശുക്കളെ കൊന്നതും വീടുകൾ പൊളിച്ചെറിഞ്ഞതുമായ ആ ആനയുടെ സഞ്ചാരം ഒരു ഭീകരക്കാറ്റുപോലെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി. പകലോ രാത്രിയോ എന്ന വ്യത്യാസമില്ലാതെ ഗ്രാമവാസികൾക്ക് പുറത്തിറങ്ങാൻ പോലും ധൈര്യം നഷ്ടപ്പെട്ടു. വീട്ടുവാതിലുകളിൽ ചെറുതും പൊട്ടിയതുമായ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ആ വെളിച്ചത്തിന് പിന്നിൽ പേടി മാത്രം. ഗ്രാമസഭ അടിയന്തര യോഗം ചേർന്നു. അവിടെ ഓരോരുത്തർ ഭീതിയുടെയും വേദനയുടെയും കഥകളായിരുന്നു പറയുന്നത്. കുട്ടികൾ ഉറങ്ങുന്നില്ല, കർഷകർ വയലുകളിലേക്ക് ചെല്ലാൻ പോലും ഭയപ്പെടുന്നു, സ്ത്രീകൾ വെള്ളം എടുക്കാൻ പോലും കൂട്ടത്തോടെ മാത്രമേ പോകുന്നുള്ളൂ. ഈ അവസ്ഥയിൽ ഇനി ഒരു ആക്രമണം കൂടി ഉണ്ടെങ്കിൽ ഗ്രാമം മുഴുവൻ വയോധികരുടെ ശ്മശാനമാകുമെന്ന പേടി എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഉയർന്നു. ഒരേയൊരു ആവശ്യം, ഈ ഭീകരനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അവസാനം സർക്കാർ ഇടപെട്ടു. വനവിഭാഗവും ജില്ലാ ഭരണകൂടവും ചേർന്ന യോഗത്തിൽ ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിനൊപ്പം ഒരു പേര് മാത്രമാണ് എല്ലാവരുടെയും ചർച്ചയിൽ ഉയർന്നത്. കർണാടകത്തിലെ ഏറ്റവും പരിചയസമ്പന്നനും നിർദ്ദയവുമെന്നു പേരുകേട്ട വേട്ടക്കാരൻ ശങ്കർ റായ്. മധ്യവയസ്കനായ ശങ്കർ റായ് കാട്ടിന്റെ മകനെ പോലെയാണ്. കാട്ടിലെ കാറ്റിന്റെ ദിശമാറ്റം പോലും കേട്ട് മനസ്സിലാക്കുന്ന മനുഷ്യൻ. തന്റെ കരിയറിൽ നരഭോജി കടുവകളെയും ദുരന്തം വിതച്ച കരടിക്കൂട്ടങ്ങളെയും നേരിട്ട് വീഴ്ത്തിയ ഒരാൾ, ഒരു തെറ്റും ക്ഷമിക്കാത്ത, ഒരു ശ്രമം പോലും പാഴാക്കാത്ത വേട്ടക്കാരൻ. സർക്കാർ ഉത്തരവ് കൈയിൽ ലഭിച്ചപ്പോഴേക്കും ശങ്കർ റായ് ഒരു നിമിഷം പോലും കളഞ്ഞില്ല. തന്റെ ചെറിയ മരപ്പുരയിൽ നിന്നു പഴയതും വിശ്വസ്തവുമായ ആയുധപ്പെട്ടി തുറന്നു. അതിനുള്ളിൽ ഉറങ്ങിക്കിടന്നത് കാട്ടിലെ രാജാവിനെ പോലും വീഴ്ത്താനാവുന്ന ശക്തമായ തോക്ക്. .458 മാഗ്നം ബോൾട്ട് ആക്ഷൻ റൈഫിൾ. അവൻ തോക്കിന്റെ ബോൾട്ട് സ്ലൈഡ് ചെയ്തു നോക്കി. പിന്നെ അതിൽ ബുള്ളറ്റുകൾ നിറച്ചു. ഓരോ ബുള്ളറ്റും ഒരു ആനയുടെ ഭീകരയാത്രയ്ക്ക് അവസാനരേഖ വരയ്ക്കാൻ കഴിയുന്നവ. ദൗത്യം ലഭിച്ച നിമിഷം മുതൽ ശങ്കറിന്റെ ജീവിതം ഒരു തീക്ഷ്ണരേഖയിൽ മാത്രമായിരുന്നു. ആ ആനയെ കണ്ടെത്തി ഭീതിക്ക് ഒരു അവസാനം വരുത്തുക. അവൻ പകൽ രംഗം നിരീക്ഷിക്കുകയും രാത്രി വേട്ടക്കാരന്റെ ധ്യാനത്തോടെ കാവലിരിക്കുകയും ചെയ്തു. ആന സ്ഥിരമായി ഇറങ്ങുന്ന പാടവരമ്പുകളും കാടിന്റെ അതിർത്തിയും ശങ്കർ വളരെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്തു. പഴുപ്പിച്ച നെൽകതിരുകളുടെ സുവാസനയിൽ പോലും അവൻ ആനയുടെ മണവും കാൽപ്പാടുകളും വേർതിരിച്ചിരുന്നു. മൂങ്ങകളും കുരുവികളുമെല്ലാം രാത്രിയുടെ ആലാപനത്തിൽ ശബ്ദമുണ്ടാക്കിയെങ്കിലും അവയിൽ ഏതാണ് ഭീഷണിയുടെ സൂചനയെന്ന് ശങ്കറിന് എപ്പോഴും മനസ്സിലായി. ആദ്യ രാത്രിയിൽ ചന്ദ്രൻ മങ്ങിയ വെളിച്ചം മാത്രം നൽകി. ശങ്കർ ഒരു വലിയ വൃക്ഷത്തിന്റെ തണലിനടിയിൽ 458 മാഗ്നം ഇടതുമുട്ടിൽ നിവിർത്ത് പിടിച്ചായിരുന്നു കാത്തിരുന്നത്. പാടത്തിനരികിൽ ചെറിയ ചാലിൽ വെള്ളം കുലുങ്ങുന്ന ശബ്ദം വന്നപ്പോൾ ഹൃദയം ഒരു മുറിപ്പാട് പോലെ കുലുങ്ങി. ഇത് അവൻ തന്നെ. എന്നാൽ അത് വെള്ളത്തിൽ ഇറങ്ങിയ ഒരു കാട്ടുപന്നിയുടെ ചലനം മാത്രമായിരുന്നു. ഒന്നും വരാതെ രാത്രി അതിന്റെ ഭാരത്തിൽ ചായുകയും ശങ്കർ സൂര്യോദയത്തോടെ കാട്ടിലേക്ക് വഴുതി പോകുകയും ചെയ്തു. 2ാം രാത്രിയിൽ മഴ പെയ്യാനിരിക്കെ മണ്ണിന്റെ ഗന്ധം കനത്തിരുന്നു. പാടത്തിന്റെ മറുവശത്ത് ഏതോ വഞ്ചലനം കേട്ടുവെന്ന് തോന്നിയപ്പോൾ ശങ്കർ തോക്കിന്റെ സേഫ്റ്റി നീക്കി. ഹൃദയം താളം വിട്ടുപോയി. പക്ഷേ ആന അവന്റെ പരിധിയിൽ വരാതെ ദൂരെയാണ് ഒരു മുദ്രാവാക്യം പോലെ ഗർജിച്ചു മുന്നോട്ടു ചലിച്ചത്. ശങ്കർ മനസ്സിലാക്കി, ഞാൻ ഇവിടെ ഉണ്ടെന്നു അവൻ അറിഞ്ഞു. ആനയുടെ തന്ത്രം തെളിഞ്ഞു തുടങ്ങി. 3ാം രാത്രി പാതാളമൂലം പോലെ നിശബ്ദത. കാറ്റുപോലും ഇലയെ തൊടാൻ മടിച്ചുപോലെ. എന്നാൽ ശങ്കറിന്റെ ഉള്ളിലെ യുദ്ധം അതിന്റെ വേഗത്തിൽ മുന്നോട്ടോടുകയായിരുന്നു. എന്നാൽ ആ രാത്രിയും വെട്ടം കെട്ടിപ്പോയി. ആന കാട്ടിന്റെ ഇരുണ്ട കേന്ദ്രത്തിലൂടെ ചുറ്റിക്കറങ്ങി പാടത്തിലേക്കുള്ള എല്ലാ പാതകളും ഒഴിവാക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം, ഒരു വേട്ടക്കാരനെ വേട്ടയാടുന്നവനെപ്പോലെ ആന ശബ്ദമില്ലാതെ ശങ്കറിന്റെ പരിധിക്ക് പുറത്തുനിന്നു ബുദ്ധിപയോഗിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. 3 രാത്രികൾ ചേർന്നപ്പോൾ ശങ്കർ തിരിച്ചറിഞ്ഞു, ഇവൻ സാധാരണ ആനയല്ല, ഒരു യുദ്ധതന്ത്രജ്ഞൻ. തന്നെ പിന്തുടരുന്ന മനുഷ്യന്റെ ഗന്ധം, ശ്വാസം, നിഴൽ എല്ലാം തിരിച്ചറിയുന്ന ഒരു മിടുക്കൻ കൊമ്പൻ. കാട്ടിലെ ചില യുദ്ധങ്ങൾ മനുഷ്യരെ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് തുടങ്ങുക. ശനിയാഴ്ച രാത്രി അക്ഷരാർത്ഥത്തിൽ ഗ്രാമത്തെ നടുക്കുന്ന ഒരു ദുരന്തം അരങ്ങേറി. രാത്രി കടുകട്ടി ഇരുട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിലൂടെ സൈക്കിളിൽ പോകുകയായിരുന്നു യുവാവായ രമേശ്.
വയലുകൾക്കിടയിലെ ചെളിമണമുള്ള വഴിയിൽ അവന്റെ സൈക്കിൾ വിളക്കിന്റെ മങ്ങൽ ചുവപ്പ് മാത്രമാണ് പ്രകാശിച്ചത്. ദൂരത്ത് കാട്ടിലെ തവളകളുടെ ഗാനം, വെയിലില്ലാത്ത വായുവിൽ കാറ്റിന്റെ കുലുങ്ങൽ, എല്ലാം ശാന്തമായിരുന്നു. ശങ്കർ കാവൽ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയുള്ള പാടവരമ്പത്തെ വഴി രമേശ് കടന്നുപോകുമ്പോൾ പാടത്തിന്റെ അരികിൽ ഒരു നീണ്ട കറുത്ത നിഴൽ നിശ്ചലമായി കാത്തുനിന്നിരുന്നു. അത് ആന തന്നെയായിരുന്നു. തന്റെ ഭീമൻ ശരീരമൊന്നും ചലിക്കാതെ, ശ്വാസം പോലും നിയന്ത്രിച്ച് കാത്തിരിക്കുകയായിരുന്നു. രമേശിന്റെ സൈക്കിളിന്റെ ശബ്ദം അടുത്തുവന്നപ്പോൾ ആനയുടെ ചെവികൾ അല്പം ഉയർന്നു. ഒരു നിമിഷം മാത്രമേ വേണ്ടിവന്നുള്ളൂ. പെട്ടെന്ന് പൊട്ടിത്തെറിയെപ്പോലെ ഒരു കുലുക്കം. മണ്ണിന്റെ പൊടി ഉയർന്നു പറന്നു. രമേശ് ഒന്നും മനസ്സിലാക്കുന്നതിനു മുമ്പുതന്നെ ആന പാഞ്ഞെത്തി. ഒരൊറ്റ ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും അവന് സമയം കിട്ടിയില്ല. രമേശിനെ തന്റെ ഭീമൻ പേശികളിൽ ചുറ്റിപ്പിടിച്ചു. മനുഷ്യന്റെ ശരീരം ഒരു പാവയെപ്പോലെ അതിന്റെ പിടിയിൽ വിറച്ചു. അടുത്ത നിമിഷം ഭും! ആന രമേശിനെ നിലത്തടിച്ചു. ഒരിക്കലും കേൾക്കരുതായിരുന്ന ഒരു ശബ്ദം രാത്രിയുടെ ഹൃദയം പിളർത്തി. പിറ്റേന്ന് രാവിലെ പാടവരമ്പത്തിലെ മഞ്ഞുതുള്ളികൾക്കു മുകളിൽ രക്തത്തിന്റെ ഒരു കനത്ത പാടായിരുന്നു ഗ്രാമവാസികളുടെ കണ്ണിൽ ആദ്യം പതിഞ്ഞത്. നിലത്ത് നിശ്ചലമായി കിടക്കുന്ന രമേശിന്റെ ശരീരം. ഇതൊക്കെ കണ്ടപ്പോൾ ഗ്രാമത്തിന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. കുട്ടികളെ ആരും സമീപിക്കാൻ പോലും അനുവദിച്ചില്ല. മുഴുവൻ ഗ്രാമവും ഒരു ദുഃഖത്തിന്റെയും കോപത്തിന്റെയും തീപിടുത്തമായി. ഇനി ആരാണ് സുരക്ഷിതർ? എന്തിനാണ് ഇത്രയും ദിവസം കാത്തിരുന്നത്? ശങ്കർ റായ് ഉണ്ടെങ്കിലും ഒന്നും മാറുന്നില്ല. ഈ വാക്കുകൾ ശങ്കറുടെ ചെവിയിൽ ലോഹക്കല്ലുകളെപ്പോലെ വീണു. അവൻ രമേശിന്റെ ശരീരത്തിന് സമീപം നിൽക്കുകയായിരുന്നു. നിശ്ചലമായി കിടക്കുന്ന മൃതദേഹത്തെ നോക്കുമ്പോൾ ശങ്കറുടെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു. ഇത് ഇനി ഒരു വേട്ടയല്ല, ഒരു പ്രതികാരം. ഈ കൊമ്പനെ പുറത്തുകണ്ടിട്ട് കീഴടക്കാനാകില്ല. അവൻ ഉള്ളിലേക്ക് പോയിരിക്കണം, കാട്ടിന്റെ ഇരുണ്ട ഹൃദയത്തിലേക്ക്. ഗ്രാമവാസികൾ ചുറ്റുവട്ടം കൂടി നിൽക്കുന്നതിൽ ആരും അവനോട് നേരിട്ട് സംസാരിച്ചില്ല. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു ചോദ്യം മാത്രം. നീ ഇതിനെ അവസാനിപ്പിക്കുമോ? ശങ്കർ ഒരു ദീർഘനിശ്വാസം വിട്ടു. തന്റെ മുട്ടിനരികിലെ 458 മാഗ്നം തോക്ക് എടുത്തപ്പോൾ അവന്റെ കണ്ണുകൾ മാറി. അവൻ സമതലത്തിലേക്ക് മുഖം തിരിച്ചു പറഞ്ഞു. ഇവൻ പാടത്തിലേക്ക് ഇറങ്ങുന്നതു നിർത്തി. മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോകേണ്ടത് കാട്ടിന്റെ ഉള്ളിലേക്ക്. ഒരു വാക്കുപോലും ആരും പ്രതികരിച്ചില്ല. കാരണം എല്ലാവരും അറിഞ്ഞിരുന്നു. ഒരു വേട്ടക്കാരൻ കാടിലേക്ക് കയറുമ്പോൾ 2 കാര്യം മാത്രമേ നടക്കാവൂ. ഒരു പക്ഷേ വേട്ടക്കാരൻ വിജയിക്കും, അല്ലെങ്കിൽ കാട് ഒരു മൃതദേഹം കൂടി ഏറ്റുവാങ്ങും. ശങ്കർ തന്റെ ബാഗും ആയുധപ്പെട്ടിയും എടുത്തു. രമേശിന്റെ മൃതദേഹം അവസാനമായി നോക്കി. അങ്ങനെ ഗ്രാമത്തിന്റെ ദുഃഖകണ്ണീരിലൂടെ ശങ്കർ കാട്ടിന്റെ ഇരുണ്ട കവാടത്തിലേക്ക് നടന്നു തുടങ്ങി. രമേശിനെ കൊന്ന സ്ഥലത്തുനിന്ന് ആരംഭിച്ച് ചോര പുരണ്ട ആനയുടെ കാൽപ്പാടുകൾ ഒരു ഭീകരമായ വഴികാട്ടിയെപ്പോലെ കാട്ടിലേക്ക് നീണ്ടുപോയി. ഓരോ ചെവിട്ടുപാടിലും രക്തത്തിന്റെ ചെറിയ പൊട്ടുകൾ. ഇത് ഘോരവണം. മരശാഖകൾ തമ്മിൽ ചേർന്ന ആകാശത്തെ മൂടി നിന്നതിനാൽ ഉച്ചയായിട്ടും സൂര്യന്റെ ഒരു കണിക പോലും നിലത്തേക്ക് വീഴുന്നില്ല. പ്രകാശം ഇല്ലാത്തതുപോലെ, നിശബ്ദതയും ഭാരം കുറഞ്ഞതല്ല, അതൊരു ശൂന്യതയുടെ ഗർജനം, ഒരു മുന്നറിയിപ്പ്. മുളങ്കാടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ശങ്കറിന്റെ തോളിൽ തണുത്തു വീഴുന്ന ഇലകൾ പോലും ശബ്ദമുണ്ടാക്കി. അയാളുടെ ഉൾക്കണ്ണുകൾ എല്ലായിടത്തും തിരിഞ്ഞു. ഈ വേട്ടയിൽ ഒരു നിമിഷത്തിന്റെ വീഴ്ച പോലും ജീവൻ വിലപേശും. പരിസരം മാറുമ്പോൾ മണ്ണിന്റെ മണം പോലും വ്യത്യസ്തമായി തോന്നി. നനഞ്ഞ ഇലകളുടെ മണം, മൃഗങ്ങളുടെ അസ്ഥികൾ, വളരെ അടുത്ത് ശ്വസിക്കുന്ന ഒരു വലിയ ജീവിയുടെ മണവും. ആനയുടെ കാൽപ്പാടുകൾ ഇപ്പോൾ പുതുതായി മറിഞ്ഞ മണ്ണും ശങ്കറിനെ മുന്നോട്ട് ക്ഷണിച്ചു. ചിലയിടങ്ങളിൽ പാതയുടെ ഇരുവശവും പൊളിഞ്ഞു പരന്നതിനാൽ ആ ഭീമന്റെ വലിപ്പം മനസ്സിലാക്കാൻ അധികം ശ്രമിക്കേണ്ടതില്ലായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ ഒരു നിമിഷം തങ്ങിപ്പോയി. മുളങ്കാടിന്റെ ആഴത്തിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം. ഒരുപക്ഷേ ഒരു ശ്വസനം. ഗർജനമല്ല. അതിന്റെ ശബ്ദം ഭീകരമായൊരു കാത്തിരിപ്പിന്റെ ശ്വാസം പോലെയായിരുന്നു. അയാൾ തോക്കിന്റെ ബോൾട്ട് ടച്ച് ചെയ്തു ഉറപ്പാക്കി. ഇവൻ ഇവിടെ തന്നെയാണ്. അയാളുടെ നെഞ്ചിനുള്ളിൽ ശബ്ദം ഉറപ്പിച്ചു പറഞ്ഞു. ശങ്കറിന്റെ ഓരോ ചുവടിലും കാട് ഒരു കാതോർത്തു നിന്ന പോലെ നിശ്ചലമായി. ഇതായിരുന്നു യഥാർത്ഥ വേട്ടയുടെ തുടക്കം. അയാൾ ഉറച്ചു നിൽക്കുന്ന മരത്തിന്റെ പുറകിൽ നിന്ന് പതുങ്ങി നോക്കിയപ്പോൾ കാട്ടിന്റെ അന്ധകാരത്തെ കീറി ഒരു കൂറ്റൻ കരിമ്പാറയെന്ന പോലെ ഒരു രൂപം നിലകൊണ്ടിരുന്നു. വലിയ മരങ്ങൾക്കിടയിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിലും അതിന്റെ വലിപ്പം മറയ്ക്കാനാവാത്തതായിരുന്നു. ശങ്കറിനെ കണ്ട നിമിഷം അതിന്റെ ചെവികൾ ഉയർന്നു. ചുവന്ന കണ്ണുകൾ തീപിടിച്ച കല്ലുകൾ പോലെ മിന്നി. അത് തിരിഞ്ഞു. ഇനി നീ എന്റെ ഇര. മനുഷ്യന്റെ രക്തത്തിന്റെ രുചി ഒരിക്കൽ അറിഞ്ഞാൽ അത് മറക്കാത്ത ഒരിനം ക്രൂരത ചില കൊമ്പന്മാർക്കുണ്ടാകും. ഈ ആന അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം. ഒരു നിമിഷം പോലും പാഴാക്കാതെ
കാട് മുഴുവൻ കുലുങ്ങുന്ന ഒരു ചിന്നം വിളിയോടെ ആ ഭീകരൻ ശങ്കറിന് നേരെ പാഞ്ഞു. മണ്ണ് പൊട്ടി ഉയരുന്നു, ഇലകൾ പറന്നുയരുന്നു, മരച്ചില്ലകൾ പിളരുന്നു. ഓരോ ചുവടും ഭൂകമ്പമെന്നുപോലെ. ശങ്കറിന് പിന്നിലേക്ക് പാഞ്ഞോടാൻ സ്ഥലം ഇല്ല. ഇടത്തും വലത്തും മുളങ്കാടുകൾ. മുന്നിലേക്ക് വരുന്നത് മരണം തന്നെ. ഓടിയാൽ മണ്ടത്തരം ആകുമെന്ന് ഉറപ്പ്. ശങ്കറിന്റെ ശ്വാസം താളം തെറ്റി. റൈഫിൾ തോളോട് ചേർത്തു. വിരൽ ട്രിഗറിന് മുകളിലായി നിശ്ചലമായി. കുതിച്ചുവരുന്ന ആനയുടെ ശബ്ദം ചെവികൾ പൊട്ടുന്നുവെന്നോണം. അവിടെ സമയം തന്നെ മന്ദഗതിയിൽ ഒഴുകി. ശങ്കറിന്റെ ദൃഷ്ടി ആനയുടെ നെറ്റിയുടെ ഒത്ത നടുവിലേക്ക്. ഒരു വേട്ടക്കാരൻ അറിയാം, ഇത്തരം ദൂരത്ത്, ഇത്തരമൊരു ചലനത്തിൽ ആ ഒരൊറ്റ വെടിയാണ് ജീവനെയും മരണത്തെയും വേർതിരിക്കുന്നത്. ആന അടുത്തെത്തി. ചൂടുള്ള ശ്വാസം പോലും ശങ്കറിന്റെ മുഖത്ത് തട്ടി. തുമ്പിക്കൈ ഉയർന്നു. മരണത്തിന്റെ നിഴൽ അയാളുടെ മേൽ പതിച്ചു. അത് തന്നെയാണ് ആ നിമിഷം. ശങ്കർ കാഞ്ചി വലിച്ചു. ഥോ! റൈഫിളിന്റെ പൊട്ടിത്തെറി കാടിന്റെ സ്ഥിതിശക്തി തകർത്തു. മണ്ണും ഇലകളും പൊങ്ങിനിന്നു. വെടിയൊച്ചയുടെ ആവർത്തനങ്ങൾ ദൂരെ മലകളിലേക്കും പടർന്നു. അതിശക്തിയോടെ പൊങ്ങിപ്പറന്ന ബുള്ളറ്റ് ആനയുടെ നെറ്റിയിലൂടെ നേരെ തലച്ചോറിലേക്ക് കുത്തികയറുകയും ആ ഭീമന്റെ മുഴുവൻ ചലനവും ഒരു നിമിഷം താളം തെറ്റിക്കുകയും ചെയ്തു. പിന്നെയും അത് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ഭാരം, വേഗം എല്ലാം ചേർന്ന് ഒരു അവസാന കുതിപ്പ്. ഒരു ഇരുമ്പു ട്രെയിൻ പാളം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചുകയറുന്നതുപോലെ ആന കാട്ടുചെടികൾക്കുള്ളിലേക്ക് ഇടിച്ചുകയറി. ഒരു വൻമരം വീഴുന്നതുപോലെ ഒരു തീക്ഷ്ണ ശബ്ദവുമായി അതിന്റെ ശരീരം നിലം പതിച്ചു. പക്ഷികൾ ഭേന്ന് ആകാശത്തേക്ക് പറന്നുയർന്നു. മണ്ണിൽ വീണ അതിന്റെ ശരീരം വിറച്ചുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിച്ചു. ഒരൊറ്റ ദീർഘമായ പിടച്ച ശ്വാസം. വെടിയുണ്ട തലച്ചോറിൽ കുത്തിയതോടെ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ചുവന്ന ജ്വാല പതിയെ കെട്ടിപ്പോയി. ഒരു നിമിഷത്തിനകം ഗ്രാമത്തെ വിറപ്പിച്ചിരുന്ന ആ കൊലകൊമ്പൻ പ്രകൃതിയുടെ വലിയ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വീണു. കാടിന്റെ മണ്ണിൽ ശാന്തമായി, ശബ്ദമില്ലാതെ. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതുതരം കഥകൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റിൽ ഇടുക.